സുജു, രാഹുലിൻ്റെ ഒരു വളർച്ച കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായുള്ള രാഹുലിൻ്റെ ഒരു വളർച്ച നമ്മൾ കണ്ടതാണ്. അത് ഏത് രീതിയിലാണ് രാഹുൽ വളർന്നു വന്നത്? കൃത്യമായി കോൺഗ്രസിനകത്ത് എന്ത് നിലപാടെടുത്താൽ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് കൃത്യമായി മനസ്സിലാക്കുന്ന ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കാല ചെയ്തികളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാകുന്നതാണ്. ഒരു പവർ ഗ്രൂപ്പായി ഒരു 6-7 വർഷത്തിനിടയിൽ ഒരു ചെറുപ്പക്കാരൻ 34 വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരൻ ആ രീതിയിൽ കോൺഗ്രസിനകത്ത് ഒരു അപ്രമാദിത്യം എന്ന നിലയിൽ വളർന്നു വരണമെങ്കിൽ ഏത് രീതിയിലുള്ള ചെയ്തികളായിരിക്കും കോൺഗ്രസിനകത്ത് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന എല്ലാവർക്കും അത് മനസ്സിലാകും. ഷാഫി പറമ്പിലിൻ്റെ പൂർണ്ണമായ പിന്തുണ എല്ലാ കാര്യത്തിലും എല്ലാ കാലത്തും രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചു പോന്നിരുന്നു. ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനോട് പറഞ്ഞു വെച്ചൊരു കാര്യം എന്ന് പറഞ്ഞ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നൊരു കാര്യം, ചെളിയിൽ ചവിട്ടുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ആ ചളി കഴുകി വേണം പുറത്തേക്ക് പോകാൻ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഷാഫി പറമ്പിൽ ഉപദേശിച്ചത് എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരങ്ങളൊക്കെയും. അപ്പോൾ അത്തരത്തിൽ ഏത് ചളിയിൽ ചവിട്ടിയാലും അത് കഴുകി പുറത്തേക്ക് വന്നാൽ മതി എന്ന ഷാഫി പറമ്പിലിൻ്റെ സംരക്ഷിത കവചം എല്ലാ കാലത്തും രാഹുൽ മാങ്കൂട്ടത്തിന് മേലുണ്ട്. രാഹുലും ഷാഫി പറമ്പിലും ബലാബല ശക്തികളായി ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ആ കൂട്ടുകെട്ടിനെ തകർക്കാൻ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്ക് തന്നെ ഭയമാണ്. കാരണം എം വിൻസെൻ്റ്, എൽദോസ് കുന്നപ്പള്ളിക്കെതിരെയൊക്കെയുള്ള ആരോപണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അവരൊക്കെയും MLA സ്ഥാനത്ത് ഇപ്പോഴും വഹിക്കുന്നുണ്ട്, MLA പദവി ഇപ്പോഴും വഹിക്കുന്നുണ്ട്. അപ്പോൾ എം വിൻസെൻറ്റിനെയോ എൽദോസ് കുന്നപ്പള്ളിയോ പുറത്താക്കാനൊരു തീരുമാനമെടുക്കാത്ത കോൺഗ്രസ് നേതാക്കൾ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു എന്നൊരു ചോദ്യം ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഇതിനോടകം തന്നെ തിരിച്ച് ചോദിച്ചിട്ടുണ്ട്. അതാണ് വലിയ തലവേദനയായി കോൺഗ്രസിന്റെ മുന്നിൽ നിൽക്കുന്നത്. രാഹുലിനെ തള്ളാനോ കൊള്ളാനോ കഴിയാത്തൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസ് എത്തി നിൽക്കുന്നത്, അല്ലേ സുജു? തീർച്ചയായിട്ടും വിനീഷ, അങ്ങനെ തന്നെയാണ്. രാഹുലിനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല കോൺഗ്രസിൽ. കാരണം വലിയ ജനരോക്ഷം രാഹുലിനെതിരെയുണ്ട്. നേതാക്കൾക്കപ്പുറത്തേക്ക് പ്രത്യേകിച്ച് കേരളത്തിലെ സ്ത്രീജനങ്ങളുടെ രോക്ഷമാണ് രാഹുലിനെതിരെ ഉള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് രാഹുലിൻ്റെ ഈ അടൂരിലെ വസതി വീടിന് മുമ്പിലാണ് നമ്മളുള്ളത്. നമ്മൾ പറഞ്ഞു വരുന്നത് വലിയ ജനരോക്ഷം തന്നെയാണ് രാഹുലിനെതിരായി എതിരായിട്ടുള്ളത്. കാരണം പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഒരു പ്രതിഷേധം. കാരണം ഒരു ആരോപണമല്ല, ഒന്നിന് പുറകെ ഒന്നായി നിരവധി യുവതികളുടെ വെളിപ്പെടുത്തലാണ് രാഹുലിനെതിരായി ഉണ്ടായിട്ടുള്ളത്. ഈ കാര്യത്തിലേക്ക് രാഹുൽ കടുത്ത പ്രതിരോധത്തിൽ തന്നെയാണ്. കാരണം ഒരു തരത്തിലും ഇതിൽ കൃത്യമായ വിശദീകരണം നൽകാൻ രാഹുൽ മാങ്കൂട്ടത്തിന് സാധിച്ചിട്ടില്ല. രാഹുൽ ആകെപ്പാടെ വിശദീകരണം നൽകിയ 3 ആരോപണങ്ങളിലൊന്ന്, യുവമാധ്യമ പ്രവർത്തക രാഹുലിൻ്റെ പേര് പറഞ്ഞിട്ടില്ലായിരുന്നു. എന്നാൽ ആ കാര്യത്തിൽ രാഹുൽ ഒരു മറുപടി നൽകി. തൻ്റെ പേര് പറഞ്ഞിട്ടില്ല എന്ന തരത്തിലാണ് മറുപടി നൽകിയത്. അല്ലാതെ ആ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും പ്രതികരിക്കാൻ രാഹുൽ തയ്യാറായിട്ടില്ല. മറ്റൊന്ന്, ട്രാൻസ് വുമൺ അവന്തികയുടെ ആരോപണത്തിന് മറുപടി രാഹുൽ നൽകുന്നു. ആ മറുപടി നൽകുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രാഹുൽ ആ കാര്യത്തിലും ചോദ്യങ്ങൾ ചോദിക്കാനോ അതിന് മറുപടി നൽകാനോ രാഹുൽ തയ്യാറാകുന്നില്ല. പകരം തൻ്റെ ഭാഗത്തുള്ള ഒരു വിശദീകരണം മാത്രമാണ് രാഹുൽ നൽകിയിട്ടുള്ളത്. അതിനപ്പുറത്തേക്കൊരു ചോദ്യങ്ങൾക്ക് മറുപടിയായി രാഹുൽ മുമ്പോട്ട് പോകുന്നില്ല. ആ കാര്യത്തിൽ ഒരു ഏകപക്ഷീയമായ നിലപാട് പ്രഖ്യാപിക്കൽ മാത്രമാണ് രാഹുൽ നടത്തിയത്. അതുകൊണ്ട് ആരോപണങ്ങൾക്കുള്ള കൃത്യമായ മറുപടി അവന്തികയുടെ കാര്യത്തിൽ രാഹുൽ നൽകി എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. മറ്റൊന്ന്, പ്രശസ്ത എഴുത്തുകാരി ഹണി ഭാസ്കറുമായി ബന്ധപ്പെട്ട ആ കാര്യത്തിലും ഹണി ഭാസ്കർ രാഹുലിനെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ രാഹുൽ അതിനും വളരെ എളുപ്പത്തിൽ മറുപടി നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഏറ്റവും ഗൗരവമുള്ളത് പുറത്തു വന്ന കോൾ റെക്കോർഡുകൾ, ശബ്ദ സന്ദേശങ്ങൾ, ചാറ്റുകൾ, ഈ കാര്യത്തിൽ രാഹുൽ മറുപടി നൽകിയിട്ടുണ്ടോ എന്നാണ്. രാഹുൽ ഈ വിഷയം ഉയർന്നുകൊണ്ട് ഇപ്പോൾ 6 ദിവസം പിന്നിടുകയാണ്. ഇതുവരെയും ഈ കാര്യങ്ങളിൽ രാഹുലിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ രാഹുൽ മറുപടി പറയാതെ വാർത്താ സമ്മേളനം മുഴുവിപ്പിക്കാതെ അവസാനിപ്പിക്കുന്ന തരത്തിലാണ്. രാഹുലിൻ്റെ വീട്ടിലാണ് സ്വാഭാവിക വാർത്താ സമ്മേളനം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പിന്നാലെ എത്തി നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യമല്ല. രാഹുൽ വീട്ടിലേക്ക് തൻ്റെ സ്വകാര്യ മുറിയിലേക്ക് മടങ്ങിപ്പോകുന്ന കാഴ്ചയാണ്. ഇവിടെയാണ് രാഹുലിൻ്റെ മുമ്പിൽ കോൺഗ്രസ് നേതൃത്വം എന്തുകൊണ്ട് രാജി ആവശ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ പരസ്യമായി രാഹുൽ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്ന ചോദ്യത്തിന് വലിയ ബലം പകരുന്നത്. അവിടെയാണ് സംശയിക്കുന്നതും. രാഹുൽ തിരികെ ഭീഷണിപ്പെടുത്തുകയാണ്. തനിക്കെതിരെ ഇത്ര ഗുരുതരമായ ആരോപണം ഉണ്ടാകുമ്പോൾ ഈ ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നതിന് പകരം രാഹുൽ നേതൃത്വത്തോട് അറിയിക്കുന്നത് തനിക്കെതിരെ ഈ കാര്യത്തിൽ നിലപാട് കടുപ്പിച്ചു കഴിഞ്ഞാൽ താൻ എന്ത് ചെയ്യും, കൃത്യമായി തന്നെ മറ്റ് പലരുടെയും പേരുകൾ വെളിപ്പെടുത്തും. ആ വെളിപ്പെടുത്തൽ ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റ് പലർക്കും ഒരുപക്ഷെ രാഷ്ട്രീയ ജീവിതം തന്നോടൊപ്പം തന്നെ അവസാനിപ്പിച്ച് വനവാസത്തിലേക്ക് പോകേണ്ട സാഹചര്യമുണ്ടാകും. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു വെക്കുന്നത്, അല്ലെങ്കിൽ നേതൃത്വത്തോട് തിരികെ ഭീഷണിപ്പെടുത്തുന്നത്, തനിക്ക് അനുഭവം ഉണ്ടായാൽ മറ്റു പലരും കുടുങ്ങും. ഒരുപക്ഷെ ഇതായിരിക്കാം കോൺഗ്രസ് നേതൃത്വത്തിനെ ഇപ്പോൾ ആശയക്കുഴപ്പത്തിലാക്കുന്നത്. രാഹുലിനായി മധ്യസ്ഥ ചർച്ച, അല്ലെങ്കിൽ രാഹുലിനായി പാർട്ടിക്കുള്ളിൽ നിലപാട് ഘടിപ്പിക്കുന്നത്
ഷാഫി പറമ്പിലാണ്. ഷാഫി പറമ്പിലിനും വലിയ ആശങ്ക കാണും. കാരണം ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് അവരുടെ സൗഹൃദം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇരുവരുടെയും ഭീഷണിയിൽ വീഴാൻ സാധ്യതയുള്ള നേതാക്കന്മാർ ആരൊക്കെയെന്ന കാര്യമാണ് ഇനി പുറത്തു വരാനുള്ളത്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങളും ശക്തമാണ്. പ്രത്യേകിച്ച് എന്തുകൊണ്ട് വി ഡി സതീശനെ അനുകൂലിക്കുന്ന കേരളത്തിലെ പ്രമുഖ പത്രം തന്നെ പരാതി നേരത്തെ തന്നെ പിതൃതുല്യനായ വി ഡി സതീശന് ലഭിച്ചിരുന്നുവെന്ന 3 വർഷം മുമ്പ് ലഭിച്ചിരുന്നെന്ന സൂചനകൾ പുറത്തു വന്നിരുന്നു. അങ്ങനെയെങ്കിൽ വി ഡി സതീശൻ എന്തുകൊണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ പരാതി 3 വർഷങ്ങൾക്ക് മുമ്പ് ലഭിച്ചിട്ടും ഒരു നടപടിയും സ്വീകരിച്ചില്ല? കാരണം രാഷ്ട്രീയ ആരോപണമായി CPM-ന്റെ ഭാഗത്തുനിന്നോ BJP-യുടെ ഭാഗത്തുനിന്നല്ല വി ഡി സതീശന് മുമ്പിലേക്ക് പരാതി വരുന്നത്. അങ്ങനെ പരാതി പരസ്യപ്പെടുത്തിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഭാവി തുലയ്ക്കുക എന്ന ലക്ഷ്യം വെച്ചുമല്ല പരാതി വന്നത്. വി ഡി സതീശൻ നേരിട്ട് കണ്ടോ അല്ലാതെയോ പരാതികൾ സതീശന് മുമ്പിലേക്ക് എത്തിയെന്ന കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ എനിക്ക് പിന്നിൽ നിൽക്കുന്ന ഈ ഇവിടുത്തെ അടൂരിലെ വീട്ടിൽ വെച്ച് നെല്ലിമുകളിലെ വീട്ടിൽ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് തന്നോട് വി ഡി സതീശൻ ഒരു ഘട്ടത്തിലും ഇത്തരം ഒരു പരാതിയുമായി ബന്ധപ്പെട്ട് വിശദീകരണം ചോദിച്ചിട്ടില്ല എന്നാണ്. അങ്ങനെയെങ്കിൽ ചോദ്യം വരുന്നത് എന്തുകൊണ്ട് വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ചു നിർത്തി? അങ്ങനെ സംരക്ഷിച്ചു നിർത്തിയത് രാഹുലിനോടുള്ള വാത്സല്യമാണോ? അതല്ല വി ഡി സതീശനെതിരായ ഏതെങ്കിലും തരത്തിൽ കൃത്യമായ തെളിവുകൾ സതീശനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൈവശമുണ്ടോ എന്ന കാര്യങ്ങളും സംശയിക്കേണ്ടായിരിക്കുന്നു.